നമസ്കാരം സുഹൃത്തുക്കളെ. ഇന്ന് ജൂലൈ 21. നമ്മൾ 20,000 ടു 1 crore ചലഞ്ച് തുടങ്ങിയിട്ട് 41ാമത്തെ ട്രേഡിംഗ് ഡേ ആണ്. 41th ഡേ ആണ്. നമ്മളിപ്പോൾ ഫൈനലെത്തി നിൽക്കുന്ന ക്യാപിറ്റൽ എന്ന് പറഞ്ഞാൽ 1,57,000 ആണ്. 20,000 സ്റ്റാർട്ട് ചെയ്ത് 1,50,000 ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, നമ്മുടെ പ്ലാൻ എന്തായിരുന്നു എന്ന് വെച്ചാൽ എവരി മന്ത് 50% ഗ്രോ ചെയ്തിട്ട് 1 crore നിലയിലേക്ക് എത്തിക്കുക എന്നുള്ളതാണ്. അപ്പോൾ 20,000 സ്റ്റാർട്ട് ചെയ്ത് മെയ് മാസത്തിൽ നമ്മുടെ ടാർഗറ്റ് 34,000 30,000 നമ്മൾ 34,000 അച്ചീവ് ചെയ്ത്. ജൂൺ മാസത്തിൽ 45,000 ടാർഗറ്റ്. പക്ഷെ നമ്മൾ 44,766 അതിൽ കൂടുതൽ അച്ചീവ് ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ നമുക്ക് ലാസ്റ്റ് വെച്ചിട്ട് കുറച്ച് ലോസ് ആയ കാരണം ചെറിയൊരു 250 റുപ്യ നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റാതെ പോയി. ഈ മാസത്തെ ടാർഗറ്റ്, ജൂലൈയിലെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ 67,500 നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് 1,57,000 നല്ലൊരു പ്രോഫിറ്റ് നമുക്ക് ഈ മാസം, അതായത് നമ്മുടെ ഓഗസ്റ്റത്തെ ടാർഗറ്റ് 1,01,000 അതും കവർ ചെയ്ത്. സെപ്റ്റംബർ ടാർഗറ്റ് 1,51,000 അതും കവർ ചെയ്തിട്ടാണ് ഇപ്പോൾ നമ്മളുള്ളത്. ഓക്കെ, ഇത്രയാണ് ചലഞ്ചിനെ പറ്റി പറയാനുള്ളത്. നമുക്ക് ട്രേഡിംഗ് വീഡിയോയ്ക്ക് പോകാം. ട്രേഡിംഗ് സ്റ്റാർട്ടിങ്ങിൽ എനിക്ക് ഇവിടെ റെക്കോർഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഞാൻ ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് ട്രേഡ് എടുത്തത്. ഇവിടെ വന്നതിന് ശേഷം ജസ്റ്റ് എക്സിറ്റ് ചെയ്യുന്ന സമയത്ത് ഞാൻ അത് റെക്കോർഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ജസ്റ്റ് കാണാം. അതിനുശേഷം അതിൻ്റെ ഓരോന്ന് റീസൺസ് ഞാൻ വീണ്ടും എക്സ്പ്ലെയിൻ ചെയ്തു തരാം. ഓക്കെ, നമസ്കാരം സുഹൃത്തുക്കളെ. നമ്മളിന്നൊരു ട്രേഡ് എടുത്തിട്ടത് PI-യിലാണ്. എപ്പോഴാണ് ട്രേഡ് എടുക്കുന്നത് വെച്ചാൽ, ഇനീഷ്യലി ആ ഒരു ഫസ്റ്റ് മൂവ്മെൻറ്റിൽ തന്നെ നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. ഏകദേശം 9:15 മാർക്കറ്റ് ഓപ്പൺ ചെയ്ത് നോക്കുകയാണെങ്കിൽ 9:20 തന്നെ നമ്മൾ ട്രേഡ് എടുത്തിരിക്കുന്നത്. 9:20 മാർക്കറ്റ് അതിൻ്റെ ഏറ്റവും ടോപ്പിലായിരുന്നു. ഏകദേശം ഈ ഒരു റേഞ്ചിലായിരുന്നു മാറിയിട്ടുണ്ടായിരുന്നത്. അവിടെ നിന്നാണ് നമ്മൾ ട്രേഡ് എടുത്തത്. അപ്പോൾ ഏകദേശം മാർക്കറ്റ് ഒരു സപ്പോർട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ഈ സപ്പോർട്ട് എങ്ങനെ റെസ്പെക്റ്റ് ചെയ്യുന്നോ ഇല്ലയെന്ന് നോക്കിയതിന് ശേഷം ബാക്കിയുള്ള കാര്യങ്ങൾ തീരുമാനിക്കാം. എന്തായാലും കറൻ്റ്ലി ഇപ്പോൾ നമുക്ക് ഏകദേശം നോക്കുകയാണെങ്കിൽ 9,000 റുപ്യോളം പ്രോഫിറ്റിലാണ് ഉള്ളത്. ഓക്കെ, നമ്മൾ 325 ക്വാണ്ടിറ്റിയാണ് എടുത്തിരിക്കുന്നത്. ഇന്നലെയൊക്കെ 520 ക്വാണ്ടിറ്റി വെച്ചിട്ടായിരുന്നു ട്രേഡ് എടുത്തിരുന്നത്. അതിന് എക്സ്പയറി ഡേ ആയ കാരണം കുറച്ച് ലോട്ട് സൈസ് കുറച്ചിട്ടാണ് എടുത്തിട്ടുള്ളത്. ഓക്കെ, മാർക്കറ്റ് നമ്മളെ സപ്പോർട്ടിൽ നമ്മുടെ സപ്പോർട്ട് എടുത്തിട്ട് തിരിച്ചു കയറാൻ ഒരു ട്രൈ നടത്തുന്നുണ്ട്. ഈ ഒരു ക്യാൻഡിൽ എങ്ങനെ ക്ലോസ് ചെയ്യുന്നു നോക്കിയതിന് ശേഷം നമ്മൾ നെക്സ്റ്റ് പ്ലാൻ ചെയ്യും. ഈ ക്യാൻഡിൽ റെഡ് ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ കണ്ടിന്യൂ ചെയ്യും. അല്ല, ഗ്രീനിലാണ് ക്ലോസ് ചെയ്യണമെന്നുണ്ടെങ്കിൽ നമ്മൾ എക്സിറ്റ് ചെയ്യും. ഏകദേശം ഒരു 9,000 റുപ്യ നമുക്ക് പ്രോഫിറ്റിലാണ് ഇപ്പോൾ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇന്നത്തെ കണ്ടീഷൻ അനുസരിച്ചിട്ട് ഒരു നല്ലൊരു ഡൗൺ മൂവ് കിട്ടാൻ ചാൻസ് ഉണ്ട്. പക്ഷേ ഇന്ന് എക്സ്പയറി ഡേ ആണ്, അതുകൊണ്ട് എത്രത്തോളം അത് പ്രാക്ടിക്കൽ ആവുമെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, നമ്മൾ ഉദ്ദേശിച്ച പോലെ ക്യാൻഡിൽ റെഡിലാണ് ക്ലോസ് ആയിരിക്കുന്നത്. അപ്പോൾ വെയിറ്റ് ചെയ്യാം. ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉണ്ട്. ഒരു റിക്കവറി ട്രൈ ഫെയിൽ ആവാനുള്ള ചാൻസ് ആണ്. ഇനി ഈ ക്യാൻഡിൽ ഒരു സഡൻ മൂവ്മെന്റ് വന്നിട്ട് ഈ ക്യാൻഡിലിന്റെ മുകളിൽ ക്ലോസ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ബുൾസിന് മാർക്കറ്റ് മുകളിലേക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. ഇപ്പോൾ റിക്കവറി ട്രൈ ഫെയിൽ ആയതുപോലെയാണ് ഉള്ളത്. ഓക്കെ, ഏകദേശം 9,500 ആ റേഞ്ചിൽ പ്രോഫിറ്റ് റൺ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
നമ്മൾ സപ്പോർട്ട് ബ്രേക്ക് ആയിട്ടുണ്ട്, പക്ഷേ ക്യാൻഡിലിനൊരു സ്ട്രെങ്ത് ഇല്ല ബ്രേക്ക് ചെയ്യാനുള്ള. അവിടെ ഹോൾഡ് ചെയ്യുന്നുണ്ട് ബുൾസ് അല്ലേ. ബുൾസ് സ്ട്രോങ് ആയിട്ട് റെസിസ്റ്റ് ചെയ്യുന്നുണ്ട് ഈ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. പിന്നെ എക്സ്പയറി ഡേ ആയതുകൊണ്ട് നമുക്ക് ഈ ഒരു റേറ്റിൽ ക്ലോസ് ചെയ്യായിരിക്കും ബെറ്റർ എന്ന് തോന്നുന്നു. കാരണം 24,200 ഒരുപാട് പുട്ട് റൈറ്റേഴ്സ് ഉണ്ട്, റൈറ്റേഴ്സും കോൾ റൈറ്റേഴ്സും ഉണ്ട്. അപ്പോൾ അവർ അല്ലാതെ മാർക്കറ്റ് താഴോട്ട് വീഴാൻ വേണ്ടിയിട്ട് അവർ സമ്മതിക്കുക തോന്നുന്നില്ല. നോർമൽ ഡേയ്സിലാണെങ്കിൽ നമ്മൾ ധൈര്യമായിട്ട് ഹോൾഡ് ചെയ്യാം. ഈ ഒരു മൂവ് എന്ന് പറഞ്ഞാൽ താഴോട്ടുള്ള മൂവാണ്. പക്ഷെ എക്സ്പയറി ഡേ ആയ കാരണം നമുക്ക് അത്ര ഒരു കോൺഫിഡൻസ് ഇല്ല. ഓക്കെ ഫ്രണ്ട്സ്, അത് നമ്മളെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല, നമുക്കത് എക്സിറ്റ് ചെയ്യാം. ഒരു പുൾ ബാക്ക് വന്നിട്ട് നമുക്ക് ഇവിടുന്ന് എവിടുന്നെങ്കിലും ഒരു റിവേഴ്സൽ ഇൻഡിക്കേഷൻ കാണിക്കുകയാണെങ്കിൽ ട്രേഡ് എടുക്കാം, ഇല്ലെങ്കിൽ ഇതിലൊരു ട്രേഡോട് കൂടിയിട്ട് ജസ്റ്റ് അവസാനിപ്പിക്കാം. ഓക്കെ, ഇങ്ങനത്തെ നമുക്ക് കോൺഫിഡൻസ് ഇല്ലാത്ത ദിവസം ഇങ്ങനെ ചെറിയ പ്രോഫിറ്റുകളൊക്കെ എടുത്തിട്ട് ഇറങ്ങാം. ഞാൻ NSEയുടെ ഓപ്ഷൻ ചെയിൻ ഡാറ്റ കാണിച്ചു തരാം. $24,200 6 ലക്ഷം കോൾ റൈറ്റേഴ്സും 5 ലക്ഷം പുട്ട് റൈറ്റേഴ്സും ഉണ്ട് നിയർലി. കറൻ്റ്ലി ഓപ്പൺ ഇൻട്രസ്റ്റ് അനുസരിച്ചിട്ട് 24,200 കോൾ റൈറ്റേഴ്സ് ഉണ്ട്, 24,250 കോൾ റൈറ്റേഴ്സ് ഉണ്ട്. അതുകൊണ്ട് മാർക്കറ്റ് മുകളിലോട്ട് പോകാൻ ചാൻസ് വളരെ കുറവാണ്. താഴോട്ടായാലും മൂന്നിലും 24,200, 250, 100 ഇവിടെയൊക്കെ പുട്ട് റൈറ്റേഴ്സ് ഉണ്ട്, അത്യാവശ്യം സ്ട്രോങ് ആയിട്ട് തന്നെ ഉണ്ട്. ഓക്കെ, നമ്മൾ എക്സിറ്റ് ചെയ്തതിനു ശേഷം മാർക്കറ്റ് താഴോട്ട് തന്നെയാണ് മൂവ് ചെയ്യണത്. സഡൻ മൂവിനുള്ള സ്ട്രെങ്ത് ഒന്നും കാണിക്കുന്നില്ല. നമ്മൾ റൈറ്റ് പ്ലേസിലാണ് എൻട്രി എടുത്തത്, പക്ഷേ എക്സിറ്റ് കുറച്ച് ഏർലി ആയോ എന്നൊരു സംശയം. കാരണം നമുക്ക് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാമായിരുന്നു, 201 ബ്രേക്ക് ചെയ്യണത് വരെ ഇവിടെ ഒരു സ്റ്റോപ്പ് ലോസ് ഇട്ട് വെയിറ്റ് ചെയ്യാമായിരുന്നു. ഇന്ന് എക്സ്പയറി ഡേ ആണ്, ഇത്രയും പുട്ട് റൈറ്റേഴ്സ് അവിടെ ഉണ്ട് എന്നുള്ള ഒറ്റ കാരണം കൊണ്ട് മാത്രമാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഓക്കെ, എന്തായാലും ഇനി വേറെ ട്രേഡ് എടുക്കാൻ പ്ലാൻ ഇല്ല. ഉണ്ടെങ്കിൽ ഏതെങ്കിലും എടുക്കുന്നുണ്ടെങ്കിൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യാം. ഓക്കെ, അപ്പോൾ ട്രേഡ് ചെയ്ത് വീഡിയോ നിങ്ങൾ കണ്ടല്ലോ. ഞാൻ പറഞ്ഞ പോലെ ഇവിടുന്നാണല്ലോ എൻട്രി എടുത്തത്. ഇവിടുന്ന് എൻട്രി എടുക്കാൻ കാരണം എന്താണെന്ന് വെച്ചാൽ മാർക്കറ്റ് ഓൾറെഡി ഒരു ഇന്നലെ നിഫ്റ്റി ഒക്കെ പ്രൈസ് ആക്ഷൻ നോക്കുകയാണെന്നുവെച്ചെങ്കിൽ എല്ലാം ബിയറിഷ് സെൻറ്റിമെൻ്റാണ് കാണിക്കുന്നത്. അപ്പോൾ ഈ ഇനീഷ്യലി നമുക്ക് ഇന്നൊരു ഗ്യാപ് ഡൗൺ ഓപ്പണിംഗ് ആണ് നിഫ്റ്റി കാണിച്ചിരുന്നതെങ്കിലും നമ്മൾ ചെറിയ ഗ്യാപ് ഡൗണിൽ ഓപ്പൺ ചെയ്ത് ഇനീഷ്യലി നല്ലൊരു മൂവ്മെൻറ്റ് മുകളിലോട്ട് തന്നു, നല്ലൊരു ക്യാൻഡിൽ മുകളിലോട്ട് തന്നിട്ട് നമ്മൾ ഇന്നലത്തെ നമ്മളെ ഹൈ ലെവലിൻ്റെ ഏകദേശം അവിടെ എത്തിയിട്ട് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് ഓൾമോസ്റ്റ് ചിന്തിക്കാം, കാരണം ആരും ചാടി കയറിയിട്ട് ഇന്ന് ലോങ് പോകാനുള്ള ചാൻസ് വളരെ കുറവാണ്. ഇത്രയും നെഗറ്റിവിറ്റി ബാക്കി നിഫ്റ്റിയിലുള്ള ബിയറിഷ്നെസ്സും ഇന്നലത്തെ ബിയറിഷ്നെസ്സും എല്ലാം കൂടി കണ്ടിട്ട് പെട്ടെന്നൊരു ലോങ് പോകാൻ ചാൻസ് കുറവാണ്. അപ്പോൾ ഇവിടെ മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാണ്. ഇവിടുന്ന് മുകളിലോട്ട് പോകാൻ വേണ്ടിയിട്ട് മാർക്കറ്റ് സ്ട്രഗിൾ ചെയ്യാന്ന് വെച്ചാൽ ഇത് പർപ്പസ്ഫുള്ളി സെല്ലേഴ്സ് മാർക്കറ്റിന് മുകളിലോട്ട് കൊണ്ടുവന്നതാണ് അവർക്ക് കോൾ സെല് ചെയ്യാൻ വേണ്ടിയിട്ട്.
അത് നമുക്ക് ഈ ഈ മൂവ്മെൻറ്റിൽ നിന്ന് മനസ്സിലാക്കാം. കാരണം ഇനീഷ്യൽ മൂവ്മെൻറ്റ് അവർക്ക് ഈസിയാണ്. ഇനീഷ്യൽ മൂവ്മെൻറ്റിൽ അവർ പൊസിഷൻ ക്രിയേറ്റ് ചെയ്യും. ക്രിയേറ്റ് ചെയ്തിട്ട് അവർ കൂളായിട്ട് അവിടെ ഇരിക്കും. അപ്പോൾ ആ ഒരു മൂവ്മെൻറ്റിന് വേണ്ടിയിട്ട് മുകളിലേക്ക് കൊണ്ട് വന്നതാണ് നമുക്ക് ഏകദേശം ഒരു ഐഡിയ ഉണ്ടായിരുന്നു. അതുകൊണ്ടാണ് തന്നെയാണ് ഞാൻ 9:20 കറക്റ്റ് 9:20 ട്രേഡ് എടുത്തത്. ഇവിടെ ഈ ടോപ്പിൽ വെച്ചിട്ടാണ് ട്രേഡ് എടുത്തത്. പിന്നെ ഇനിയും മുകളിലോട്ട് പോവുകയാണെന്നുവെച്ചെങ്കിൽ എന്താണ്, നമ്മളെ വ്യൂ തെറ്റാണ്, മാർക്കറ്റ് കുറച്ചുകൂടി സ്ട്രോങ് ആണെന്നാണ് അർത്ഥം. നമ്മളിപ്പോൾ എന്ത് ചെയ്യും, സ്റ്റോപ്പ് ലോസ് എടുത്തിറങ്ങും. അത് ഏതെങ്കിലും ഒരു ക്യാൻഡിലിൽ ഇന്നലത്തെ ഹൈഡായി മുകളിൽ ഏതെങ്കിലും ഒരു 3 മിനിറ്റ് ക്യാൻഡിൽ ക്ലോസിങ് കിട്ടി കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്താണ് അർത്ഥം, നമ്മളെ വ്യൂ തെറ്റാണ്. അപ്പോൾ നമ്മൾ അതിൻ്റെ അനുസരിച്ച് സ്റ്റോപ്പ് ലോസ് എടുത്തിറങ്ങും. അത്രേ ഉള്ളൂ ട്രേഡിങ്. കാരണം നമ്മളെ വ്യൂ തെറ്റാണെന്ന് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് ഹോൾഡ് ചെയ്തിരിക്കുന്നതിനായിട്ടും നല്ലത് എക്സിറ്റ് ചെയ്യുന്നതാണ് ട്രേഡിങ് എന്ന് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈസിയാണ്. ഇത്രയും ചെറിയ സ്റ്റോപ്പ് ലോസിൽ നമുക്ക് എൻ്റർ ചെയ്യാൻ പറ്റിയ സ്ഥലമായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അവിടെ നിന്ന് എൻട്രി എടുത്തത്. എൻട്രി എടുത്തിട്ട് മാർക്കറ്റ് താഴോട്ട് വരാൻ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തിട്ട് പതുക്കെയാണ് താഴോട്ട് വന്നത്. ചില മൊമെൻറ്റ്സിലൊക്കെ നമുക്ക് ചെറിയ ലോസൊക്കെ കാണിച്ചിരുന്നു. അതായത് ഇവിടുന്ന് വീണ്ടും മാർക്കറ്റ് തിരിച്ച് മുകളിലോട്ട് പോകാൻ ട്രൈ തന്നപ്പോൾ. പക്ഷേ നമ്മളുടെ സ്റ്റോപ്പ് ലോസ് എക്സാക്ട്ലി ഇതിൻ്റെ മുകളിലായതുകൊണ്ട് നമ്മൾ എക്സിറ്റ് ചെയ്തിട്ടില്ല. ഓക്കെ, അതിനുശേഷം മാർക്കറ്റ് പതുക്കെ താഴോട്ട് വന്ന് നിങ്ങൾ കണ്ടല്ലോ, ഏകദേശം നമ്മളുടെ ഈ ഒരു ക്യാൻഡിലാണ് നമ്മൾ എക്സിറ്റ് ചെയ്തത്. ഈ ഒരു ക്യാൻഡിൽ എക്സിറ്റ് ചെയ്യാൻ കാരണം നമുക്ക് ഇങ്ങോട്ട് വന്ന് താഴോട്ട് വന്ന അല്ല ഈ ഒരു ക്യാൻഡിലാണ് എക്സിറ്റ് ചെയ്തത്. ഈ താഴോട്ട് വന്ന ക്യാൻഡിൽ തിരിച്ച് കയറി മുകളിൽ തന്നെ ക്ലോസ് ചെയ്തുകൊണ്ടാണ് എക്സിറ്റ് ചെയ്തത്. അതിനുശേഷം മാർക്കറ്റ് കുറച്ചുകൂടി ഒന്ന് താഴോട്ട് വന്നിട്ട് വീണ്ടും ഒരു പുൾ ബാക്ക് മുകളിലോട്ട് തന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് കുറച്ച് സൈഡ് വൈസ് ആവുകയാണ് ചെയ്തത്. അപ്പോൾ അതൊക്കെയാണ് ഇന്നത്തെ മാർക്കറ്റിൻ്റെ ഒരു ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഏകദേശം 24,200 നല്ല രീതിയിൽ ഞാൻ ട്രേഡിംഗ് വീഡിയോയിൽ പറഞ്ഞ പോലെ, ലൈവ് വീഡിയോയിൽ പറഞ്ഞ പോലെ നല്ല രീതിയിൽ പുട്ട് റൈറ്റേഴ്സ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവർ ഏകദേശം അവരുടെ പൊസിഷൻ ക്ലിയർ ആവുന്ന തരത്തിൽ അവിടെ തന്നെ കൊണ്ടുപോയി ക്ലോസ് ചെയ്യുക, ഏകദേശം അതിനടുത്ത് കൊണ്ടുപോയി ക്ലോസ് ചെയ്യാൻ അവർക്ക് കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ എക്സ്പയറി ട്രേഡ് ചെയ്യുന്ന സമയത്ത് നമ്മൾ കുറച്ച് ഇതൊക്കെ നോക്കണം. അതായത് ഓപ്പൺ ഇൻട്രസ്റ്റും കാര്യങ്ങളൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യുക. എത്രത്തോളം അവർ സ്ട്രോങ് ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട് മാത്രം. ഓപ്പൺ ഇൻട്രസ്റ്റ് മാത്രം നോക്കിയിട്ട് ട്രേഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഓപ്ഷൻ ബയേഴ്സിന് പ്രോഫിറ്റ് ഉണ്ടാക്കാമെന്ന് ഒരിക്കലും അതിൽ ഒരു മീനിങ് ഇല്ല. അത് എല്ലാ കാര്യങ്ങളും നമുക്കൊരു വ്യൂ ഉണ്ടായിരിക്കണം. ആ വ്യൂ വെച്ചിട്ട് മുന്നോട്ട് പോവാം. ബാക്കിയുള്ളത് നമ്മൾക്ക് നേരിട്ട് കാണുന്ന മാർക്കറ്റ് സ്ട്രെങ്ത് കാണിക്കുന്നുണ്ടോ ഇല്ലയെന്ന് നമുക്ക് കുറച്ച് നേരം ഒരു അരമണിക്കൂർ മാർക്കറ്റ് വാച്ച് ചെയ്തിൽ തന്നെ നമുക്ക് മനസ്സിലാവും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ. അപ്പോൾ ഇത്രയൊക്കെയാണ് ഇന്നത്തെ ട്രേഡിങ്ങിനെ കുറിച്ച് പറയാനുള്ളത്. പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും താങ്ക് യു. വീഡിയോ വാച്ച് ചെയ്തോളൂ. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.